ബോധത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ബോധത്തിന്റെ ഉയർന്ന തലങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ വാതിൽ തുറന്നു തരുന്നത്. സോ കുണ്ടലിനി ശക്തിയിലേക്കൊക്കെ മുട്ടുവിൻ തുറക്കപ്പെടുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൂലാധാര ചക്രമായിക്കോട്ടെ, സ്വാധിഷ്ഠാന ചക്രമായിക്കോട്ടെ, മണിപ്പൂരിക ചക്രമായിക്കോട്ടെ, അനാഹത ചക്രമായിക്കോട്ടെ, ത്രോട്ട് ചക്രമായിക്കോട്ടെ, നമ്മുടെ തേർഡ് ഐ ചക്രമായിക്കോട്ടെ, സഹസ്രാര ആയിക്കോട്ടെ, ഏത് തന്നെയാണെങ്കിലും നമ്മൾ ആ ചക്രത്തിലേക്ക് ഒരു ആക്റ്റീവ് ചോദ്യം എന്ന് പറയുന്നത് കറക്റ്റ് ആണെങ്കിലേ ഉത്തരവും ശരിയാവുകയുള്ളൂ. ദാരിദ്ര്യത്തിലായിരിക്കുമ്പോഴുള്ള നമ്മുടെ ലോക വീക്ഷണമായിരിക്കില്ല നമുക്ക് ധനം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. നമസ്തേ. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു തത്വം പഠിപ്പിക്കുന്ന സമയത്ത് പല പ്രീസ്റ്റുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചിന്തകരും ആത്മീയ ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു തരുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ദൈവത്തിനോട് യാചിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യാചന കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല കാര്യം, അതിനപ്പുറത്തുള്ള രഹസ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമുക്ക് ബൈബിളിലൂടെ പോകുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത്. സോ എവിടെ മുട്ടുമ്പോൾ എവിടെയാണ് തുറക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പല ആളുകളും പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രാഥമികമായിട്ട് വിചാരിക്കുന്നത്, കാരണം ഇതൊരു ആത്മീയമായിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ളൊരു തത്വമാണ്. പക്ഷെ പല ആളുകളും വിചാരിക്കുന്നത് എന്താണ്, പുറത്തുള്ള വാതിലുകൾ മുട്ടുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വളരെയധികം ആഴത്തിലുള്ളതാണ് എന്നുള്ളതാണ്. ഇതൊരു യാചനയുടെ സന്ദേശമല്ല, മറിച്ച് ആന്തരിക ബോധത്തിനെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ വാതിൽ പോയിട്ട് മുട്ടുകയാണോ, അതോ മറ്റുള്ളവരുടെ വാതിൽ പോയിട്ട് മുട്ടുകയാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓരോ ഓപ്ഷൻസ്, ചോയ്സുകൾ, അതിൻ്റെ വാതിലുകളെയാണോ ഉദ്ദേശിക്കുന്നത്? അതൊന്നുമല്ല. പുറത്തുള്ള യാതൊരു വാതിലിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ആന്തരികമായിട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അവൻ്റെ ഉള്ളിലത്തെ ആ വാതിൽ മുട്ടി തുറന്നു കഴിയുമ്പം അവൻ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം, അവൻ കാണുന്നതായിട്ടുള്ള ആഴത്തിലുള്ള അവൻ്റെ ശക്തി, അവൻ്റെ നിഗൂഢമായിട്ടുള്ള അവനിൽ ഒളിപ്പിച്ച് കിടക്കുന്നതായിട്ടുള്ള സിദ്ധികള്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മുട്ടിയിട്ട് നമ്മൾ തുറക്കുന്നത്. സോ നമ്മൾ ലുക്കിംഗ് വിത്തിൻ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മുട്ടി തുറക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ മുട്ടല് എന്ന് പറയുന്നത് പല രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ്. ചിലപ്പോൾ അത് യോഗയായിരിക്കാം, ചിലപ്പോൾ അത് ചക്രങ്ങളെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ധ്യാനമായിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലുള്ള ആത്മീയ വഴികളാണ് ഉള്ളത്. ചില ആളുകൾക്ക് കർമ്മത്തിലൂടെ ആയിരിക്കാം, ചില ആളുകൾക്ക് അവരുടെ ജോലി ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള സൃഷ്ടികൾ നടത്തുന്നതിലൂടെയോ, അല്ലെങ്കിൽ ചിലർക്ക് പ്യുവറായിട്ട് യോഗ, അതുപോലെ തന്നെ യോഗയും മെഡിറ്റേഷനും കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഈ ഉള്ളിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ കുറേ നെഗറ്റിവിറ്റീസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ്, അതിനെ നോക്കിയിരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. പല ആൾക്കാരും ഈ ഉള്ളിലേക്ക് തിരിയണം, ഇൻട്രോസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ മൈൻഡ് അല്ലെങ്കിൽ മനസ്സിന്റെ ലെവലിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ മനസ്സിന് അപ്പുറത്തേക്കുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് ഞാൻ മുൻപുള്ള വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിന്റെ അപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്, അതിൻ്റെ ആഴത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മൈൻഡ്, ലോജിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം നമ്മൾ പോലും അറിയാത്ത ചില കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റീനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് നമ്മളുടെ അറിവില്ലാത്ത ചില കാര്യങ്ങൾ അതിലുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ പേഴ്സണാലിറ്റി അതിൽ നിന്ന് വീണ്ടും ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് അവസ്ഥകളെ കാണുന്നു. അതിൻ്റെയും ഉള്ളിൽ നമ്മൾ ആത്മാവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കാണുകയാണ്. സോ ഈ ആത്മാവ്, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ശക്തി, നമ്മുടെ ഉപബോധ മനസ്സ്, അതിൻ്റെ ശക്തി, ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പം നമുക്ക് ഈ ഉപരിപ്ലവമായിട്ട് കിടക്കുന്നതായിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരികയാണ്, നമ്മുടെ പ്രവർത്തികളിൽ മാറ്റം വരുവാണ്, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മളുടെ ചിന്താ രീതിയിൽ മാറ്റം വരികയാണ്. സോ ഇതെല്ലാം ഉപരിപ്ലവമാണ്. അപ്പോൾ ഈ ഉപരിപ്ലവമായിട്ടുള്ള മനസ്സിലേക്കോ ബുദ്ധിയിലേക്കോ നോക്കിയിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ കൂടെ എപ്പോഴും ഇങ്ങനെ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ചിന്തകൾ നടന്നുകൊണ്ടിരിക്കും. അതിനെ മറികടന്നിട്ട് ചിന്തയ്ക്കപ്പുറമുള്ള ആ ഒരു തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശൂന്യതയായിട്ടാണ് നമ്മുടെ ബ്രെയിൻ അതിനെ പെർസീവ് ചെയ്യുക. പക്ഷെ ആ ശൂന്യതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അതിനെ വൺസ് നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടി, നമ്മൾ തുറന്നു, നമ്മൾ നമ്മുടെ ഇന്നർ പൊട്ടൻഷ്യലിനെ കണ്ടെത്തി എന്നുള്ളതാണ്.
സോ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു രീതിയിൽ നമ്മൾ ബൈബിളെന്നല്ല ഏതൊരു ഗ്രന്ഥത്തിനെയും ഇത്തരത്തിലുള്ള ചിന്തകളെ പ്രത്യേകിച്ച് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും വെളിവാക്കപ്പെടാത്തതായിട്ടുള്ള ജ്ഞാനത്തിന്റെ അവസ്ഥകളെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വാതിൽ തുറക്കുന്നത് പുറത്തുള്ള ഒന്നുമല്ല, ഈവൻ അത് യൂണിവേഴ്സ് പോലും ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ ബോധത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. നമ്മുടെ ബോധത്തിന്റെ ഉയർന്ന തലങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ വാതിൽ തുറന്നു തരുന്നത്. സോ കുണ്ടലിനി ശക്തിയിലേക്കൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മൂലാധാര ചക്രത്തിൽ നിന്ന് നമ്മൾ മുട്ടിത്തുറക്കുകയാണ്, അല്ലെങ്കിൽ ഇവോക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനെ ഉണർത്തി കൊണ്ടുവരുന്ന സമയത്ത്, ആ തുറന്നു കൊണ്ടുവരുന്ന സമയത്ത് ഓരോ ചക്രങ്ങളും ഓപ്പൺ ആകുകയാണ്. സോ മുട്ടുവിൻ തുറക്കപ്പെടുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൂലാധാര ചക്രമായിക്കോട്ടെ, സ്വാധിഷ്ഠാന ചക്രമായിക്കോട്ടെ, മണിപ്പൂരിക ചക്രമായിക്കോട്ടെ, അനാഹത ചക്രമായിക്കോട്ടെ, ത്രോട്ട് ചക്രമായിക്കോട്ടെ, നമ്മുടെ തേർഡ് ഐ ചക്രമായിക്കോട്ടെ, സഹസ്രാര ആയിക്കോട്ടെ, ഏത് തന്നെയാണെങ്കിലും നമ്മൾ ആ ചക്രത്തിലേക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. അത് പല രീതിയിലാണ്. പ്രധാനമായിട്ട് യോഗയുണ്ട്, ധ്യാനമുണ്ട്, ചക്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രാണിക് ഹീലിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇതുവഴി നമ്മൾ ആക്ടിവേഷൻ ചെയ്യാണ്. സോ വി ആർ നോക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ ചക്രങ്ങളിൽ മുട്ടുകയാണ്. ആൻഡ് ദോസ് ചക്രാസ് എന്ത് ചെയ്യാണ്? ഓപ്പൺ ആയിട്ട് വരികയാണ്, ചക്രങ്ങൾ തുറന്നു വരികയാണ്, ചക്രങ്ങൾ ആക്ടിവേറ്റ് ആയിട്ട് വരികയാണ്. സോ ഈ വാതിൽ തുറക്കുന്നത് പ്രപഞ്ചമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ അവയർനെസ് തന്നെയാണ്, നമ്മുടെ കുണ്ടലിനി ഊർജമാണ് ഇത് ഓരോന്നിനെയും മുട്ടി തുറന്നുകൊണ്ട് നമ്മളെ ഒരു ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ആർക്കാണ് പുതിയ ഉത്തരങ്ങൾ ലഭിക്കുന്നത്? എല്ലാവരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആവശ്യമുള്ള ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്കാണ് പുതിയ ഉത്തരങ്ങൾ ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രതിഭാസം നടക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് വൈദ്യുതി എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിനെ കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പല കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും, പല മനുഷ്യരുടെ കോൺട്രിബ്യൂഷന് പിന്നിലും എന്തുകൊണ്ട്, വൈ ദിസ് ഗ്യാപ്പ്, വൈ ദിസ് പെയിൻ, എന്തുകൊണ്ടാണ് ഈ വേദന, ഈ ഒരു വിടവുള്ളത്, അത് ആ ചോദ്യമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലവത്തായിട്ടുള്ള ഉത്തരം നമുക്ക് നൽകിയിരിക്കുന്നത്. സോ ചോദ്യം എന്ന് പറയുന്നത് കറക്റ്റ് ആണെങ്കിലേ ഉത്തരവും ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുട്ടുക എന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധിയോടെയുള്ള കർമ്മം തന്നെയാണ്. തുറക്കപ്പെടുന്ന വാതിൽ എന്ന് പറയുന്നത് പലപ്പോഴും അവസരങ്ങൾക്കപ്പുറത്തേക്ക് പുതിയ കാഴ്ചപ്പാടുകളാണ്. സോ നമുക്കൊരു കാര്യത്തിനെ മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത് കാണുന്നതായിട്ടുള്ള നമ്മുടെ വീക്ഷണത്തിനെയാണ് മാറ്റുന്നത്. നമ്മൾ ലോകത്തിനെ മാറ്റുകയല്ല, നമ്മൾ മാറുകയാണ്. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെ മാറ്റണം, ലോകത്തിനെ മാറ്റണം. പിന്നീട് നമുക്ക് പതിയെ മനസ്സിലാകും ആ ലോകമല്ല, ഞാനാണ് മാറേണ്ടത് എന്നുള്ളത്. ഈ മാറ്റമാണ് പുതിയതായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാറുമ്പോൾ ലോകം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോഴുള്ള നമ്മുടെ ലോക വീക്ഷണമായിരിക്കില്ല നമുക്ക് ധനം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ചില ആളുകളുണ്ട്, അത് വേണ്ട, അത് ശരിയല്ല, അത് വാങ്ങേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പല തത്വശാസ്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് പലതിനെയും ഒഴിവാക്കി നിർത്തും. എന്നിട്ട് അവരൊരു പ്രത്യേക രീതിയിൽ ജീവിക്കാം. കാരണം എന്താ? യഥാർത്ഥത്തിൽ കൈ കാശില്ല. അപ്പോൾ ദാരിദ്ര്യം ഉള്ളപ്പോൾ ഉള്ള ഒരു വീക്ഷണമല്ല, പിന്നീട് പണം വരുമ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾ തന്നെ ഇതെല്ലാം മേടിച്ച് അനുഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മളുടെ വീക്ഷണം മാറുന്നു, നമ്മൾ മാറുന്നു, നമ്മളുടെ അനുഭവങ്ങൾ മാറുന്നു. നമ്മൾ ലോകത്തിനെ അനുഭവിക്കുന്ന രീതി തന്നെ നമ്മളിൽ മാറ്റം ഉണ്ടാകുമ്പം, നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകുമ്പം നാടകീയമായി തന്നെ മാറി മറിയുന്നതിന് നമ്മൾ സാക്ഷിയാവുകയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ആത്മീയ അർത്ഥം നമ്മൾ മുൻപുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. സോ ഏതൊരു പാരമ്പര്യങ്ങളിലൂടെ ആയാലും, ഏതൊരു മതത്തിലൂടെ ആണെങ്കിലും, ഏതൊരു സംസ്കാരത്തിലൂടെ ആണെങ്കിലും നമ്മൾ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ആത്യന്തികമായിട്ട് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈ പ്രാചീന ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ നിന്ന് തന്നെയാണ്. സോ ഏതൊരു ഗ്രന്ഥം വായിക്കുമ്പോഴും അത് പ്രാചീന ഭാരതീയ തത്വശാസ്ത്രങ്ങളുമായിട്ട് തട്ടിച്ചു വായിക്കുമ്പോൾ പലപ്പോഴും പലരും കളിയാക്കിയൊക്കെ ചില ദൈവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പല ദൈവങ്ങളെയും പലരും കളിയാക്കുന്നതും കോമഡിയായിട്ട് പറയുന്നതും. പക്ഷെ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു തത്വശാസ്ത്രമുണ്ട്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു ജീവശാസ്ത്രമുണ്ട്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു കർമ്മശാസ്ത്രമുണ്ട്. ഈ ശാസ്ത്രത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിനോടൊപ്പം തന്നെ അതിനെയും പാരലലായിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ലോകത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ വീക്ഷണത്തിനെ, അതുപോലെ തന്നെ നമ്മളുടെ ബോധമണ്ഡലത്തിനെ വികസിപ്പിക്കാനായിട്ട്, നമ്മുടെ അവയർനെസ്സിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ബൃഹത്തായതായിട്ടുള്ള സന്ദേശവും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.